നമസ്കാരം. സിറ്റി ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. സുരേഷ് ഗോപി സ്നേഹം ചൊരിഞ്ഞു, ധന്യയ്ക്ക് വീടൊരുങ്ങി. താരത്തിന്റെ സാന്നിധ്യത്തിൽ താക്കോൽദാനം നടന്നു. ദേശീയ മന്ദരോഗ നിവാരണ യജ്ഞത്തിന്റെ രണ്ടാം ഘട്ട പ്രചരണങ്ങൾക്ക് ജില്ലയിൽ തുടക്കം. പ്രചരണ വാഹനം ഫ്ളാഗ് ഓഫ് ചെയ്തു. ഭക്തിയും സ്നേഹവും അയ്യപ്പ സന്നിധിയിൽ ഒന്നിച്ചു. ഇരിയ അയ്യപ്പ ക്ഷേത്രം സാക്ഷിയായത് അപൂർവ നിമിഷങ്ങൾക്ക്. ജില്ലയിലും ബംഗാളി തൊഴിലാളികൾക്ക് അവഗണന മാത്രം. മാവുങ്കാലിൽ കണ്ടെത്തിയത് ഞെട്ടിക്കുന്ന വിവരങ്ങൾ. വിത്ത് ചതിച്ചു, ഉദ്യോഗസ്ഥർ തിരിഞ്ഞു നോക്കിയില്ല. പ്രതിഷേധവുമായി ഒരു കർഷകൻ. CPIM ജില്ലാ സമ്മേളന പ്രചരണങ്ങൾ തുടങ്ങി. ആലക്കോട് ജില്ലാതല വടംവലി മത്സരം സംഘടിപ്പിച്ചു. ഐതിഹ്യസമ്പന്നമായ കാഞ്ഞങ്ങാട് സൗത്ത് മുത്തപ്പനാർക്കാവ് ക്ഷേത്രം പുനഃപ്രതിഷ്ഠാ കളിയാട്ടത്തിനൊരുങ്ങുന്നു. ആദ്യ ഫണ്ട് ശേഖരണം നടന്നു. വാർത്തകൾ വിശദമായി. എൻഡോസൾഫാൻ ദുരിതബാധിത ധന്യയ്ക്ക് ഇത് ധന്യ നിമിഷം. താരങ്ങളുടെ താരം സുരേഷ് ഗോപി പുതുവത്സര സമ്മാനമായി വീട് കൈമാറി. വിഷമഴ പെയ്ത എൻഡോസൾഫാൻ ഭീകരതയുടെ വേദനയും പേറി ജന്മമെടുത്ത കിഴക്കൻകരയിലെ ധന്യയ്ക്ക് ഇനി സങ്കടങ്ങളില്ലാതെ തലചായ്ച്ചുറങ്ങാം. ജനനം തൊട്ടു തന്നെ വേദനയിൽ കഴിഞ്ഞ ധന്യയുടെ കുടുംബത്തിന് സ്വന്തമായി ഒരു വീട് എന്ന സ്വപ്നം യാഥാർത്ഥ്യമായ ദിനമായിരുന്നു തിങ്കളാഴ്ച. കാരുണ്യം സുരേഷ് ഗോപിയുടെ രൂപത്തിലാണ് അവർക്ക് മുന്നിലെത്തിയത്. നെഹ്റു കോളേജ് കലാസാഹിത്യവേദിയും ഡോക്ടർ അംബികാസുധൻ മാങ്ങാടുമാണ് അതിന് കാരണക്കാരായത്. തിരുവനന്തപുരത്തെ ദുരിതബാധിതരുടെ സമരരംഗത്ത് ധന്യയെ കണ്ടപ്പോഴാണ് വീട് നിർമ്മിച്ചു നൽകുമെന്ന് സുരേഷ് ഗോപി പ്രഖ്യാപിച്ചത്. 4.5 ലക്ഷം രൂപയാണ് സുരേഷ് ഗോപി നൽകിയത്. ബാക്കി തുക നെഹ്റു കോളേജിലെ സാഹിത്യവേദിയും സ്വരൂപിക്കുകയായിരുന്നു. അതിയാമ്പൂർ പാർക്കോ ക്ലബിന്റെ പ്രവർത്തകരും വീട് നിർമ്മിക്കാൻ രംഗത്തിറങ്ങി. വൻ ജനാവലിയെ സാക്ഷിയാക്കിയാണ് നടൻ സുരേഷ് ഗോപി വീടിന്റെ താക്കോൽദാനം നിർവഹിച്ചത്. കേരള സർക്കാരിനെതിരെ രൂക്ഷമായ വിമർശനമാണ് സുരേഷ് ഗോപി ഉന്നയിച്ചത്. ദുരിതബാധിതർക്ക് നൽകിയ വാഗ്ദാനങ്ങൾ സർക്കാർ പാലിച്ചില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ശ്രീ മുനീർ എനിക്ക് 1.5 വർഷം മുമ്പ് വാഗ്ദാനം ചെയ്തതാണ്. ഇങ്ങനെ വീട് വെച്ച് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നവരുടെ ബയോമെട്രിക് കാർഡ്, അവരുടെ അസുഖത്തിന്റെ ഒരു അവസ്ഥ, അതിന്റെ ഒരു അനുപാതമുണ്ട്. അത് അറിയിച്ചു കഴിഞ്ഞാൽ സ്ഥലം പതിച്ചു നൽകാൻ വേണ്ടി എല്ലാ ഏർപ്പാടും ചെയ്തോളാം എന്ന് പറഞ്ഞതാണ്. ശ്രീ ഉമ്മൻചാണ്ടി എന്നെ ഇങ്ങോട്ട് ഫോൺ ചെയ്ത് പറഞ്ഞതാണ്. കളക്ടർക്ക് വേണ്ടുന്ന നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴി കളക്ടർ അത് കളക്ടറും വിളിച്ചു, കളക്ടറുടെ RDOയും വിളിച്ച് അതിനെല്ലാം നടപടി ഉണ്ടാവുമെന്ന് പറഞ്ഞു. അവിടെയാണ് എനിക്ക് മനസ്സിലായത്, ഞാനും നിങ്ങളെപ്പോലെ വാഗ്ദാനങ്ങൾ കേട്ട് വോട്ട് ചെയ്ത മറ്റൊരു വിഡ്ഢിയായി എന്നെനിക്ക് വളരെ ബോധ്യമുണ്ട്. നമുക്ക് പ്രാർത്ഥിക്കുക മാത്രമല്ല, പ്രവർത്തിക്കുകയും വേണം. അടുത്ത ഇലക്ഷന് ഇതിലും നല്ല ഒരു ഭരണം വരട്ടെ. ആ ഭരണത്തിൽ ഇതുപോലെയുള്ള കാഴ്ചകൾ മനസ്സലിയിപ്പിക്കുന്ന കുറെ MLA-മാരുണ്ടാവട്ടെ. അവരൊക്കെ നിയമസഭയ്ക്കകത്ത് ഇതിനു വേണ്ടി യുദ്ധം ചെയ്യുന്നവരായി തീരട്ടെ എന്ന് ഇത് എൻഡോസൾഫാൻ മാത്രമല്ല, ഇതുപോലെ അട്ടപ്പാടി എന്ന് പറയുന്നത് വളരെ ഗുരുതരമായ ഒരു പ്രശ്നമാണ്. തന്റെ വോട്ട് പാഴായിപ്പോയെന്നും അദ്ദേഹം പറഞ്ഞു. സ്വപ്നഭവനം യാഥാർത്ഥ്യമായതിന്റെ സന്തോഷം ധന്യയുടെ അമ്മ നളിനി പങ്കുവച്ചു. ധന്യയോടൊപ്പം ഏറെ നേരം ചെലവഴിച്ച ശേഷമാണ് സുരേഷ് ഗോപി മടങ്ങിയത്. ഉദ്ഘാടന ചടങ്ങിൽ AK നാരായണൻ, അഡ്വക്കേറ്റ് P അപ്പുക്കുട്ടൻ, ഡോക്ടർ അംബികാസുധൻ മാങ്ങാട്, ഡോക്ടർ A മുരളീധരൻ, P ലീല, P പത്മിനി, അമ്പലത്തറ കുഞ്ഞികൃഷ്ണൻ, V കരുണാകരൻ, K വിശ്വനാഥൻ, P കുഞ്ഞികൃഷ്ണൻ, ഡോക്ടർ ഷീജ, P ബാബു, V വിജയകുമാർ, KM സജേഷ്, അർജുൻ ബാലൻ തുടങ്ങിയവർ സംബന്ധിച്ചു. ദേശീയ മന്ദരോഗ നിവാരണ യജ്ഞത്തിന്റെ രണ്ടാം ഘട്ടം പ്രചരണ പരിപാടി തുടങ്ങി. ദേശീയ മന്ദരോഗ നിവാരണ ചികിത്സാ പരിപാടിയുടെ പ്രചരണത്തിന്റെ രണ്ടാം ഘട്ട ഉദ്ഘാടനം മാവുങ്കാലിൽ നടന്നു. അജാനൂർ പഞ്ചായത്ത് പ്രസിഡന്റ് PP നസീമ ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. ദേശീയ മന്ദരോഗ നിവാരണ ചികിത്സാ പരിപാടി അതിന്റെ രണ്ടാം ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഇന്നലെ മുതൽ വിവിധ PHC കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. പോളിയോ വഴി പോളിയോ നിർമ്മാർജ്ജന ഉണ്ടാക്കുവാൻ സാധിച്ച ഒരു
ഗുളിക വിതരണത്തോടുകൂടിയാണ് ഈ വർഷത്തെ പരിപാടി നടക്കുന്നതെന്ന് മനസ്സിലാക്കുന്നു. ADM H ദിനേശ് ഫ്ലാഗ് ഓഫ് ചെയ്തു. ലയൺസ് ക്ലബ് പ്രസിഡന്റ് K ശശിധരൻ ബൂത്ത് ഉദ്ഘാടനം ചെയ്തു. DMO P ഗോപിനാഥൻ അധ്യക്ഷനായി. ഡെപ്യൂട്ടി DMO ഡോക്ടർ E മോഹനൻ, ജനപ്രതിനിധികളായ P ബാലകൃഷ്ണൻ, TV പത്മിനി, സുജാത, ചഞ്ചലാക്ഷി, കാർത്യായനി, ഡോക്ടർ ലക്ഷ്മി, ഡോക്ടർ ചന്ദ്രമോഹനൻ, ഡോക്ടർ അഭിലാഷ്, M തങ്കരാജ്, വിൻസെന്റ് ജോൺ, ചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. ജില്ലാ മലേറിയ ഓഫീസർ സുരേഷൻ സ്വാഗതം പറഞ്ഞു. പൂണൂർ ഇരിയ അയ്യപ്പ ക്ഷേത്രോത്സവം മതസൗഹാർദ്ദത്തിന്റെ വേദിയായി. കലവർ നിറക്കാൻ മുസ്ലിം ജമാഅത്ത് ഭാരവാഹികളെത്തി. സർവമത സാഹോദര്യത്തിന്റെ പ്രതീകമായ ശ്രീധർമ്മശാസ്താവും ശബരിമലയും നൂറ്റാണ്ടുകൾക്ക് മുമ്പേ പ്രസിദ്ധമാണ്. മുസ്ലിം സഹോദരനായ വാവൂരുസ്വാമിയും അയ്യപ്പസ്വാമിയും തമ്മിലുള്ള സൗഹൃദത്തിന്റെ കഥ ഏറെ പ്രസിദ്ധവുമാണ്. ശബരിമല ദർശനത്തെത്തുന്ന ഏതൊരു ഭക്തനും വാവൂര് പള്ളിയിലെത്തി പേട്ടതുള്ളി ഭസ്മം സ്വീകരിച്ച ശേഷമാണ് ശബരിമല യാത്ര തുടങ്ങാറ്. അത്രമേൽ പ്രസിദ്ധവും പരിഭാവനമായ സൗഹൃദബന്ധത്തിന്റെ മേലാണ് കേരളത്തിലെ ശബരിമല ദർശനം പൂർണ്ണമാവുന്നത്. ഏകമായ സത്യത്തിന്റെ പൊരുൾ തേടിയുള്ള ആ യാത്രയുടെ പൂർണ്ണതയിൽ ഓരോ അയ്യപ്പന്റെയും മനസ്സിൽ മാലിന്യങ്ങൾ നീക്കപ്പെടുകയാണ് പതിവ്. മനസ്സിനെ മാംസത്തിൽ നിന്ന് ഉണർത്തേണമേ മലയിൽ വാഴും ഭഗവാനെ എന്ന കീർത്തനവുമായി ആണ് ശബരിമലയിലേക്ക് ഓരോ അയ്യപ്പ ഭക്തനും നീങ്ങുന്നത്. ശബരിമല ദർശനത്തിനായി മലകൾ ചവിട്ടി ധർമ്മശാസ്താവിന് മുന്നിലെത്തുന്ന അയ്യപ്പന്മാർ ആദ്യം കാണുന്നത് തത്വമസി എന്ന മന്ത്രമാണ്. അത് നീയാകുന്നു എന്ന ആപ്തവാക്യമാണ് തത്വമസിയുടെ പൊരുൾ. അത്രമേൽ പ്രസിദ്ധമായ ശബരിമല തീർത്ഥാടനകാലത്ത് ഇരിയ അയ്യപ്പക്ഷേത്ര സന്നിധി അപൂർവ സമാഗമത്തിനാണ് സാക്ഷിയായത്. കാലുഷ്യവും മതവികാരങ്ങളും കലാപമുണ്ടാക്കുന്ന കാസർഗോഡിന്റെ മണ്ണിൽ പരസ്പരം തിരിച്ചറിയപ്പെട്ട സഹോദര്യങ്ങളുടെ സ്നേഹമുഹൂർത്തത്തിനാണ് ഇരിയ അയ്യപ്പക്ഷേത്രം സാക്ഷ്യം വഹിച്ചത്. കരുണയുടെ തമ്പുരാനായ മുഹമ്മദ് നബിയുടെ നബിദിനം ആഘോഷിക്കുന്ന വേളയിൽ തന്നെ മുസ്ലിം സഹോദരങ്ങളും ഹിന്ദു സഹോദരങ്ങളും ഒത്തുചേർന്ന് പരസ്പരം സ്നേഹം പങ്കിടുകയായിരുന്നു. ഉണ്ണുന്ന ചോറിന് ഒരു മതമെന്ന വെളിവാക്കൽ പോലെ അരിയും പച്ചക്കറിയുമേന്തി മുസ്ലിം സഹോദരങ്ങൾ അയ്യപ്പക്ഷേത്രമുറ്റത്ത് എത്തിച്ചേരുകയാണ് ഉണ്ടായത്. ഇരിയ ജമാഅത്ത് കമ്മിറ്റി ഭാരവാഹികളെ ക്ഷേത്ര കമ്മിറ്റിയും ഭക്തജനങ്ങളും ചേർന്ന് ഊഷ്മളമായി സ്വീകരിച്ചു. വെളിപ്പാടകരയുള്ള പാറപ്പള്ളി മഖാമിന്റെ പവിത്രതയിൽ വിശ്വസിക്കുന്ന ഹിന്ദു മുസ്ലിം സഹോദരങ്ങൾക്ക് ഈ കൂടിച്ചേരൽ ഒരുമയുടെ പ്രതീകം കൂടിയായി. കലവറ നിറക്കലിന് ജമാഅത്ത് കമ്മിറ്റി ഭാരവാഹികളായ അസീസ് മൗലവി കായലടുക്കം, ഉമ്മർ ഇരിയ, അബ്ബാസ് ഹാജി കുണ്ടിലടുക്കം, മൊയ്തു ബാബ ഇരിയ, നൌഫൽ അബ്ദുൽ ഖഫൂർ, ജംഷീദ് മഹമ്മൂദ് ഇരിയ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു എത്തിയത്. ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളായ ഗണേഷ് റാവു, കുഞ്ഞിക്കണ്ണൻ നായർ, KV ഗോപാലൻ, V ചന്തു നായർ, ഗംഗാധരൻ മുണ്ടപ്ലാവ്, KV നാരായണൻ, M രാജൻ, മോഹനൻ, രാജൻ V ബാലൂർ തുടങ്ങിയവർ സ്വീകരണത്തിന് നേതൃത്വമേകി. മതസൗഹാർദ്ദം എന്നത് ഊട്ടിയുറപ്പിക്കുന്നതിന്റെ ഭാഗമായി ഇരിയ മുസ്ലിം ജമാഅത്ത് കമ്മിറ്റി ഭാരവാഹികളും മഹല്ല് നിവാസികൾക്കും ഇരിയ അയ്യപ്പ ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികൾ തന്ന ഊഷ്മളമായ സ്വീകരണ പരിപാടിക്ക് ഞങ്ങളുടെ ഇരിയ ജമാഅത്ത് കമ്മിറ്റിക്ക് വേണ്ടിയും മഹല്ല് നിവാസികൾക്ക് വേണ്ടിയും അഗൈതവമായ നന്ദി രേഖപ്പെടുത്തുന്നു. ഇരിയ ജമാഅത്ത് കമ്മിറ്റി ഭാരവാഹികളും അവിടുത്തെ സംഘാടകരും ഇന്ന് ഈ ക്ഷേത്രമഹോത്സവ ക്ഷേത്രത്തെ സന്നിധിയിലേക്ക് എത്തിച്ചേരുകയും ഞങ്ങളെ ഈ ഉത്സവാഘോഷത്തിന് പ്രചോദനം നൽകുവാൻ ഞങ്ങളെ അനുഗ്രഹീതരാക്കുകയും ചെയ്തതിന് ഞങ്ങൾ വളരെയധികം ജമാഅത്ത് കമ്മിറ്റിയോട് കടപ്പെട്ടിരിക്കുകയാണ്. നമുക്കറിയാം, ഇന്ന് നമ്മുടെ ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം നാനാ മതസ്ഥരും ഒന്നിച്ച് ഒരു കുടുംബാംഗങ്ങളെ പോലെ ജീവിക്കണം എന്ന ആശയത്തോടു കൂടി നമ്മുടെ ഭരണശില്പികൾ ഉയർത്തിപ്പിടിച്ച ഈ മാനവ ഐക്യം നമ്മുടെ ഇരിയ പ്രദേശത്ത് വളരെ നന്നായി തന്നെ ഇന്ന് നമുക്ക് ഒരു പ്രചോദനമായ വിധം അനുഭവിക്കുവാൻ സാധിച്ചു. വേദനിപ്പിക്കുകയും ചിലപ്പോഴൊക്കെ കരയിപ്പിക്കുകയും ചെയ്യുന്ന കാസർഗോഡൻ വാർത്തകൾക്കിടയിൽ കടന്നുവരുന്ന ഇത്തരം സംഭവങ്ങൾ നമ്മൾ ആഘോഷിക്കുക തന്നെ വേണം. മനസ്സിൽ നന്മ സൂക്ഷിക്കുന്ന മതമുള്ളവനും ഇല്ലാത്തവനുമായ ഓരോ മലയാളിയും ഒരിക്കലെങ്കിലും ഓർത്തുവെക്കണം പഴമക്കാർ പണ്ട് ആചരിച്ച ഇത്തരം നാട്ടുനന്മകളെക്കുറിച്ച്. ക്യാമറമാൻ ദിനേശനോടൊപ്പം അനിൽ പുളിക്കാൽ, ന്യൂസ് ഡെസ്ക്, കാഞ്ഞങ്ങാട്. ബംഗാളി തൊഴിലാളികൾ കഴിയുന്നത് വൃത്തിഹീനമായ അന്തരീക്ഷത്തിൽ. ആരോഗ്യവകുപ്പ് അധികൃതർ കണ്ടെത്തിയത് ഞെട്ടിക്കുന്ന സത്യങ്ങൾ. ജില്ലയിലെത്തുന്ന ബംഗാളി തൊഴിലാളികൾ കഴിയുന്നത് വൃത്തിഹീനമായ അന്തരീക്ഷത്തിൽ. മാവുങ്കാൽ ആരോഗ്യവകുപ്പ് അധികൃതർ കണ്ടെത്തിയത് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ. മാവുങ്കാൽ ദേശീയപാതക്കരിയിൽ സ്വകാര്യ വ്യക്തിയുടെ കെട്ടിടത്തിൽ കുടുസുമുറിയിൽ കഴിയുന്നത് 15-ലധികം ബംഗാളി തൊഴിലാളികൾ. മാസങ്ങളായി ഇടുങ്ങിയ മുറിയിൽ കഴിയുന്നത് നാട്ടുകാർ ശ്രദ്ധയിൽപ്പെടുത്തിയതിനെ തുടർന്നാണ് തിങ്കളാഴ്ച രാവിലെ ആരോഗ്യവകുപ്പ് അധികൃതർ റെയ്ഡ് നടത്തിയത്. കഷ്ടിച്ച് 2 പേർക്ക് മാത്രം കഴിയാവുന്ന മുറിയിലാണ് 17-ലധികം ആളുകൾ താമസിക്കുന്നത്. കെട്ടിടത്തിലെ മുഴുവൻ ആളുകളും ഉപയോഗിച്ചു വരുന്ന ശൗചാലയത്തിന് സമീപമാണ് തൊഴിലാളികൾ താമസിച്ചു വരുന്നത്.
ബംഗാളി തൊഴിലാളികളോട് കാണിക്കുന്ന ക്രൂരത ഗൗരവത്തിലെടുക്കുമെന്ന് ആരോഗ്യവകുപ്പ് അധികൃതർ വ്യക്തമാക്കി. പാവയ്ക്ക കൃഷിക്ക് അപൂർവ രോഗം. തടത്തിൽ കാരിക്കൊച്ചിയിൽ കൃഷിയിറക്കിയ കരുണാകരന്റെ സ്വപ്നങ്ങൾ കരിഞ്ഞുണങ്ങുന്നു. കൃഷിയോടുള്ള താല്പര്യം കൊണ്ട് മാത്രമാണ് പുല്ലൂർ പെരിയ പഞ്ചായത്തിലെ തടത്തിൽ കാരിക്കൊച്ചിയിലെ കണ്ണന്റെ മകൻ കരുണാകരൻ പച്ചക്കറി കൃഷി ഇറക്കിയത്. കാഞ്ഞങ്ങാട്ടെ സ്വകാര്യ വളമിടപാട് സ്ഥാപനത്തിൽ നിന്നാണ് വിത്ത് വാങ്ങിയത്. 20 സെന്റ് സ്ഥലത്താണ് കൃഷി ഇറക്കിയത്. 15,000 രൂപയോളം കൃഷിക്കായി മുടക്കി. പാവയ്ക്ക കൃഷി വിളവെടുക്കാനായപ്പോഴാണ് കരിഞ്ഞുണങ്ങി തുടങ്ങിയത്. അതേസമയം കഴിഞ്ഞ വർഷക്കാലത്ത് ഇടിമിന്നലിൽ 10ഓളം തെങ്ങുകൾ നശിച്ചിരുന്നു. കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥരെ അറിയിച്ചെങ്കിലും സ്ഥലം സന്ദർശിച്ചില്ലെന്ന് കരുണാകരൻ പരാതിപ്പെടുന്നു. വിത്ത് ചതിച്ചതിന്റെ സങ്കടങ്ങൾ ജനങ്ങളിലെത്തിക്കാനും പ്രതിഷേധമറിയിക്കാനും രംഗത്തിറങ്ങുമെന്ന് കരുണാകരൻ പറഞ്ഞു. രോഗം എന്ന് പറഞ്ഞാൽ ഈ വിത്തിൽ വന്ന ഒരു കീടങ്ങളാകും. അത് മൊസൈക്ക് രോഗം മുമ്പേ ഞാൻ 16 വർഷമായി ഈ കൃഷി ചെയ്യുന്നത്. ഈ വർഷം നല്ലോണം നഷ്ടപ്പെട്ടു പോയി എനിക്ക്. മൊസൈക്ക് രോഗം അത് പറഞ്ഞാൽ കൃഷി ഓഫീസിൽ പോയാൽ പറഞ്ഞാൽ അവരെ കൂട്ടിക്കൊണ്ടണം. എനിക്ക് അതിന് ഇല്ല ഒരു വഴിയില്ല. കാരണം ഞാൻ മറ്റൊരാളെ കീഴിലാണ് ഞാൻ പണിയെടുക്കുന്നത്. അപ്പോൾ അവിടെ നിന്ന് പോകുമ്പോൾ പറഞ്ഞാൽ ഒരു റേസും ഇല്ലാതെ ഞാൻ പണി. അപ്പോൾ എപ്പോഴും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ പറഞ്ഞാൽ അതുകൊണ്ട് ധാരാളമായിക്കോളാം. അതുകൊണ്ട് പിന്നെ കൃഷി എന്നാൽ അപ്പോൾ എന്തെങ്കിലും കിട്ടിയെങ്കിലായി. അതുകൊണ്ടാണ് ഈ പണി ഞാൻ എടുക്കുന്നത്. ഇപ്പോൾ ഞാൻ ഭയങ്കര നഷ്ടം വന്നു. സ്വകാര്യ ഏജൻസികളിൽ നിന്ന് വിത്ത് വാങ്ങി വഞ്ചിതരാകുന്നത് ഒഴിവാക്കാൻ കൃഷിഭവനും ഉദ്യോഗസ്ഥരും ഇടപെടണമെന്ന് അദ്ദേഹം പറയുന്നു. ഇത് കരുണാകരന്റെ മാത്രം അനുഭവമല്ല. ജില്ലയിൽ ഇത്തരത്തിൽ വഞ്ചിക്കപ്പെടുന്നവർ ഏറെയാണ്. സ്വകാര്യ ഏജൻസികളിൽ ഇപ്പോഴും നിരോധിക്കപ്പെട്ട കീടനാശിനികൾ ഉൾപ്പെടെ വിൽപ്പനയ്ക്കെത്തുന്നുണ്ട്. ഗുണനിലവാരമുള്ള വിത്തും വളവും കീടനാശിനിയും ലഭിക്കേണ്ടത് കർഷകരുടെ അവകാശമാണ്. ഇവ ഉറപ്പുവരുത്തേണ്ടവരാകട്ടെ കണ്ണുമടച്ച് ഇരട്ടാക്കുകയാണ് പതിവ്. ക്യാമറമാൻ ദിനേശനോടൊപ്പം അനിൽ പുളിക്കാൽ, ന്യൂസ് ഡെസ്ക്, കാഞ്ഞങ്ങാട്. കാഞ്ഞങ്ങാട് ഗിരിജ ജ്വല്ലറിയുടെ പുതുക്കി പണിത ഷോറൂം നടൻ സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്തു. സ്വർണ്ണ വ്യാപാര രംഗത്ത് വർഷങ്ങളുടെ പാരമ്പര്യമുള്ള കാഞ്ഞങ്ങാട്ടെ ഗിരിജ ജ്വല്ലറിയുടെ നവീകരിച്ച ഷോറൂം ചലച്ചിത്രതാരം സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്തു. ബിസിനസ് രംഗത്ത് പരേതനായ MC കൃഷ്ണൻ തുടങ്ങിവെച്ച ഗിരിജ ജ്വല്ലറിയുടെ നവീകരിച്ച ഷോറൂമാണ് തിങ്കളാഴ്ച ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്. ചടങ്ങിൽ MC കൃഷ്ണന്റെ പത്നി C ഗിരിജ ഭദ്രദീപം കൊളുത്തി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ശ്യാമളാദേവി ആദ്യ വിൽപ്പന നടത്തി. നഗരസഭാ ചെയർപേഴ്സൺ K ദിവ്യ, വൈസ് ചെയർമാൻ പ്രഭാകരൻ വാഴുന്നോറടി, മടിക്കൈ കമാരൻ, MC മുരളീധരൻ തുടങ്ങിയവർ സംബന്ധിച്ചു. വൻ ജനാവലി ഉദ്ഘാടന ചടങ്ങിലെത്തിയിരുന്നു. ഉപ്പിലിക്കൈ മാരാർ സമാജം സംഘടിപ്പിച്ച തിരുവാതിര ഉത്സവം ശ്രദ്ധേയമായി. മെഗാ തിരുവാതിരയും അരങ്ങേറി. ഉപ്പിലിക്കൈ മാരാർ സമാജം മാതൃസമിതി സംഘടിപ്പിച്ച തിരുവാതിര മഹോത്സവം ശ്രദ്ധേയമായി. പഞ്ചാരിമേളവും അവതരിപ്പിച്ചു. മെഗാ തിരുവാതിരയും അരങ്ങേറി. 100 കണക്കിന് ആസ്വാദകർ തിരുവാതിര കാണാനെത്തിയിരുന്നു. UDF കേരളം ഭരിക്കുന്നത് അഴിമതി നടത്താൻ മാത്രമാണെന്ന് കോൺഗ്രസ് എസ് സംസ്ഥാന പ്രസിഡന്റ് കടന്നപ്പള്ളി രാമചന്ദ്രൻ പറഞ്ഞു. മുഖ്യമന്ത്രിയും ധനമന്ത്രിയും രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് LDF ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിദ്യാനഗർ BC റോഡ് ജംഗ്ഷനിൽ സംഘടിപ്പിച്ച ധർണാ സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം.
ഭരണകാലയളവിൽ നടത്തിയ അഴിമതികൾ നോക്കുകയാണെങ്കിൽ അഴിമതിക്ക് വേണ്ടി മാത്രം ജന്മം കൊണ്ട സർക്കാരാണ് UDF-ന്റേത്. അഴിമതി നടത്തുന്ന കാര്യത്തിൽ മുഖ്യമന്ത്രിയും മറ്റ് മന്ത്രിമാരും മത്സരിക്കുകയാണെന്നും കടന്നപ്പള്ളി കുറ്റപ്പെടുത്തി. കേരളത്തിലെ പൊതുസമൂഹത്തിന്റെ വിചാരമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അർത്ഥബദ്ധമായി ഇവിടെ കേരളത്തിൽ അവതരിപ്പിക്കും. സംസ്ഥാന മുഖ്യമന്ത്രിയും ധനകാര്യമന്ത്രിയും മാത്രമല്ല, ഈ മന്ത്രിസഭയിൽ അങ്ങനെയുള്ള നടത്തിവരുന്ന അഴിമതിയുടെ കണക്ക് പറഞ്ഞ് ദീർഘമേറിയ മണിക്കൂറുകളും ദിവസങ്ങളും ആവശ്യമായിട്ട് ആ സാഹചര്യത്വം ഞങ്ങൾ മുതിരുന്നില്ല. 50 വർഷത്തെ പാരമ്പര്യം അവകാശപ്പെടുന്ന ഒരു ധനകാര്യമന്ത്രിക്കെതിരെ ഈ ആരോപണം ഉയർന്നു വന്നാൽ ആ ആരോപണങ്ങളിൽ കളമില്ലെങ്കിൽ, സത്യവിരുദ്ധമാണ് എങ്കിൽ അദ്ദേഹത്തിന്റെ പൊതുജീവിതത്തെ കളങ്കപ്പെടുത്താൻ ശ്രമിച്ചതിന്റെ പേരിൽ ഒരു മാനനഷ്ട കേസ് കൊടുക്കാനോ കേസെടുക്കാനോ സന്നദ്ധമാകുമായിട്ട് പറഞ്ഞു. ശാസ്ത്രീയവും വിദഗ്ധവുമായ രീതിയിൽ എങ്ങനെ അഴിമതി നടത്താമെന്ന കാര്യം UDF സർക്കാർ ജനങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭരണം നടത്തിയില്ലെങ്കിലും മന്ത്രിമാർ അഴിമതി മാത്രം നടപ്പിലാക്കുകയാണ്. പരമാവധി ഭരണസമയം ഉപയോഗപ്പെടുത്തി അഴിമതി വേഗത്തിൽ നടപ്പിലാക്കുക എന്നതാണ് മുഖ്യമന്ത്രിയുടെ നയം. മന്ത്രിസഭയിലെ അരഡസനോളം മന്ത്രിമാർ വിജിലൻസ് അന്വേഷണ പരിധിയിലാണ്. 50 വർഷത്തെ പാരമ്പര്യം അവകാശപ്പെടുന്ന മന്ത്രി KM മാണിയടക്കം കേസിൽ ഉൾപ്പെട്ടിരിക്കുകയാണ്. എല്ലാ മന്ത്രിമാരുടെയും അഴിമതിയും മറ്റും മുഖ്യമന്ത്രി നേരിട്ട് ഏറ്റെടുക്കുകയാണ്. UDF-ലെ നേതാക്കളും ഘടകകക്ഷികളുമെല്ലാം പല കാര്യത്തിലും വിയോജിപ്പുണ്ടെങ്കിലും അഴിമതി നടത്തുന്ന കാര്യത്തിൽ ഒറ്റക്കെട്ടായി മുന്നേറുകയാണെന്നും കടന്നപ്പള്ളി കുറ്റപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. CPIM 21ാം പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായി ആലക്കോട് ജില്ലാതല വടംവലി മത്സരം സംഘടിപ്പിച്ചു. CPIM പാക്കം ലോക്കൽ കമ്മിറ്റിയുടെയും യുവധാര ക്ലബിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് വടംവലി മത്സരം നടന്നത്. CPIM കാസർഗോഡ് ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി പാക്കം ലോക്കൽ കമ്മിറ്റിയും ആലക്കോട് യുവധാര ക്ലബും സംയുക്തമായി ജില്ലാതല വടംവലി മത്സരം സംഘടിപ്പിച്ചു. K. കുഞ്ഞിരാമൻ MLA വടംവലി മത്സരം ഉദ്ഘാടനം ചെയ്തു. കമ്മ്യൂണിസ്റ്റ് പാർട്ടി നാട്ടിലെ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെയും പ്രാതിനിധ്യമുള്ള ഒരു പാർട്ടിയാണ്. നമ്മുടെ നാട്ടിലെ തൊഴിലാളികളെയും കൃഷിക്കാരെയും സാധാരണക്കാരെയും ഇടത്തരക്കാരെയും ഏറ്റവും വലിയ ഭൂരിശ്വാസികൾ പോലും അവരുടെ ത്യാഗങ്ങളും അവരുടെ സുഖസൗകര്യങ്ങളും ഉപേക്ഷിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടി പണിയെടുത്ത് വളർത്തിയെടുത്തൊരു പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. അങ്ങനെ ഇടവരായിരുന്നു MSM മേഖലയും സുന്ദരിയും അതുപോലെ ബസവപ്പന്നി അടക്കമുള്ള വലിയ ഇന്ത്യയിലെ പുരുഷ കുടുംബത്തിൽ ജനിച്ചു വളർന്നു വന്നവരായിരുന്നവരൊക്കെ അവരെല്ലാം കൂടി കെട്ടിപ്പടുത്ത ഒരു പാർട്ടിയായിരുന്നു നമ്മുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി. CPIM ലോക്കൽ സെക്രട്ടറി KV ഭാസ്കരൻ അധ്യക്ഷനായി. CPIM നേതാക്കളായ VV സുകുമാരൻ, K. നാരായണൻ, M. ജയകൃഷ്ണൻ, T. ബാലൻ തായത്ത്, A. മുരളീധരൻ, ദിലീപ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. സംഘാടക സമിതി ചെയർമാൻ T. നാരായണൻ സ്വാഗതവും P. രമേശൻ നന്ദിയും പറഞ്ഞു. വാശിയേറിയ വടംവലി മത്സരം കാണാൻ നൂറുകണക്കിന് ആളുകൾ എത്തിയിരുന്നു. കേരള NGO യൂണിയൻ ഹോസ്ദുർഗ് ഏരിയ കമ്മിറ്റിക്ക് ഓഫീസ് കെട്ടിടം നിർമ്മിക്കുന്നു. ശിലാസ്ഥാപന കർമ്മം നടന്നു. കേരള NGO യൂണിയൻ ഹോസ്ദുർഗ് ഏരിയ കമ്മിറ്റിക്കായി ജില്ലാ ആശുപത്രിക്ക് സമീപമാണ് കെട്ടിടം നിർമ്മിക്കുന്നത്. യൂണിയൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി A. ശ്രീകുമാർ ശിലാസ്ഥാപനം നിർവഹിച്ചു. കേരളത്തിൽ മാത്രമായിരുന്നില്ല, തമിഴ്നാട്ടിൽ പ്രവർത്തിച്ചതുപോലെ തന്നെയുള്ള ഒരു സംഘടന കർണാടകത്തിൽ പ്രവർത്തിച്ചിരുന്നു. ഇന്നത്തെ കാസർഗോഡ് ജില്ലയുടെ ഏതാണ്ട് എല്ലാ പ്രദേശങ്ങളും അന്നത്തെ മൈസൂർ സംസ്ഥാനത്തിന്റെ അഥവാ ദക്ഷിണ കന്നഡ ജില്ലയുടെ ഭാഗമായിരുന്നു. കർണാടകത്തിൽ സംസ്ഥാന ജീവനക്കാരുടെ സംഘടിത പ്രസ്ഥാനത്തിന്റെ നേതാവായി ഉയർന്നു വന്നത് സംസ്ഥാന പ്രസിഡന്റ് PHM ഇസ്മായിൽ അധ്യക്ഷനായി. KM ബാടി, M. ഗോവിന്ദൻ, PP കൃഷ്ണൻ, K. കുമാരൻ, VC മാത്യു, M. ചന്ദ്രശേഖരൻ തുടങ്ങിയവർ സംസാരിച്ചു. ജില്ലാ സെക്രട്ടറി V. ചന്ദ്രൻ സ്വാഗതം പറഞ്ഞു. മാണിക്കോത്ത് ഫിഷറീസ് ഗവൺമെന്റ് UP സ്കൂളിന്റെ വികസനത്തിനായി ഫോക്കസ് 2015 സംഘടിപ്പിച്ചു. സ്കൂൾ വികസനത്തിനായി സെമിനാറും നടന്നു. അരനൂറ്റാണ്ടിലേറെ കാലമായി മാണിക്കോത്തെയും പരിസര പ്രദേശങ്ങളിലെയും കുട്ടികൾക്ക് അക്ഷര വെളിച്ചം നൽകിയ മാണിക്കോത്ത് ഗവൺമെന്റ് ഫിഷറീസ് UP സ്കൂളിന്റെ വികസനത്തിനായി നാട്ടുകാർ ഒത്തുചേർന്നു. കക്ഷി രാഷ്ട്രീയ ഭേദമന്യേയാണ് അവർ ഒത്തുകൂടിയത്. വികസന സെമിനാർ E. ചന്ദ്രശേഖരൻ MLA ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ ഈ കഴിഞ്ഞ സംസ്ഥാന കായിക മത്സരത്തിൽ 1ാം സമ്മാനം നേടിയ ഒരു പെൺകുട്ടി ആതിര തോയമ്മലാണ്. അവർക്ക് അവിടെ ഒരു സ്വീകരണം നടക്കുകയാണ്. അപ്പൊ അത് ഞാൻ വിട്ടുപോയതാണ്. ഞാൻ തന്നെയാണ് ശ്രീ അരവിന്ദനോട് സംസാരിച്ചോളൂ തുടരട്ടെ എന്ന് പറഞ്ഞത്.
ഡയറ്റ് സീനിയർ ലെക്ചറർ കെ രാമചന്ദ്രൻ നായർ മുഖ്യപ്രഭാഷണം നടത്തി. പഞ്ചായത്ത് പ്രസിഡന്റ് പി നസീമ ടീച്ചർ അധ്യക്ഷയായി. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ TV പത്മിനി, നസീമ മജീദ്, ബേക്കൽ AEO കെ രവിവർമ്മൻ, കാറ്റാടി കുമാരൻ, അരവിന്ദൻ മാണിക്കോത്ത്, ടി മുഹമ്മദ് അസ്ലം, പി ശിവാനന്ദൻ എന്നിവർ സംസാരിച്ചു. ഹെഡ്മാസ്റ്റർ MV രാമചന്ദ്രൻ സ്വാഗതവും PTA പ്രസിഡന്റ് V മാധവൻ നന്ദിയും പറഞ്ഞു. ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനൊരുങ്ങി കോൺഗ്രസ്. KPCC പ്രസിഡന്റ് VM സുധീരനും AICC ഭാരവാഹികളും ജില്ലയിലെ കോൺഗ്രസ് നേതാക്കളുമായി ആശയവിനിമയം നടത്തുവാൻ ഈ മാസം 19 കാസർകോട്ടെത്തും. 19 രാവിലെ 10 മണിക്ക് ചെർക്കള ഐമാക്സ് ഓഡിറ്റോറിയത്തിൽ നേതൃയോഗം നടക്കും. AICC ജനറൽ സെക്രട്ടറി മുകുൾ വാസനിക്, സെക്രട്ടറി ദീപക് ബാബറിയ എന്നിവർ പങ്കെടുക്കും. ഇത് സംബന്ധിച്ച ഒരുക്കങ്ങൾ വിലയിരുത്തുവാൻ DCC ഭാരവാഹികളുടെ യോഗം ചേർന്നു. KPCC ജനറൽ സെക്രട്ടറി P രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ എത്ര ആളുകൾ കൃത്യമായി ആ തെരഞ്ഞെടുപ്പിൽ പങ്കെടുത്തിട്ടുണ്ട്, തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കാത്തവർ എത്ര പേര്, ഇതെല്ലാം നമ്മൾ പരിശോധിക്കേണ്ടതായിരുന്നു. സമയം ഒരുപാട് കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇവിടെ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് പോകും. ഈ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനേക്കാളും കൂടുതൽ പഞ്ചായത്ത് സ്ഥാനങ്ങൾ, ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥാനങ്ങൾ, ജില്ലാ പഞ്ചായത്ത് സ്ഥാനങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയുള്ള അതിശക്തമായ പ്രവർത്തനങ്ങൾ നമ്മൾ ഇന്നു മുതൽ തന്നെ ആരംഭിക്കണം. അങ്ങനെ വരുമ്പോൾ മെമ്പർഷിപ്പ് കൊടുക്കുന്ന കാര്യത്തിൽ പക്ഷപാതം കാണിച്ചാൽ ഞാൻ ഒരു കാര്യം പറയാം, ആ പ്രവർത്തകന്മാരെയൊക്കെ നമ്മൾ വിട്ടുപോകും. DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് CK ശ്രീധരൻ അധ്യക്ഷത വഹിച്ചു. KPCC ജനറൽ സെക്രട്ടറി KP കുഞ്ഞിക്കണ്ണൻ, നിർവാഹക സമിതി അംഗങ്ങളായ K വെളുത്തമ്പു, അഡ്വക്കേറ്റ് MC ജോസ്, PA അഷ്റഫ് അലി, ശാന്തമ്മ ഫിലിപ്പ്, DCC ഭാരവാഹികളായ തച്ചങ്ങാട് ബാലകൃഷ്ണൻ, PK ചന്ദ്രശേഖരൻ, PK ഫൈസൽ, അഡ്വക്കേറ്റ് K രാജേന്ദ്രൻ, CP കൃഷ്ണൻ, ഹക്കീം കുന്നിൽ, വിനോദ് കുമാർ പള്ളയൻ വീട്, അഡ്വക്കേറ്റ് K വിനോദ് കുമാർ, പാതൂർ കുഞ്ഞാമുഹാജി, KP കുമാരൻ നായർ, R ഗംഗാധരൻ, K സാമിക്കുട്ടി എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. അഡോട്ട് ജോളി യൂത്ത് സെന്ററിന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങൾക്കുള്ള ഒരുക്കങ്ങൾ തുടങ്ങി. ആദ്യ ഫണ്ട് ശേഖരണം നടന്നു. അഡോട്ട് ജോളി യൂത്ത് സെന്ററിന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങൾക്ക് ഒരുക്കങ്ങൾ തുടങ്ങി. ആദ്യ ഫണ്ട് ശേഖരണ ഉദ്ഘാടനം നടന്നു. ചലച്ചിത്ര താരം റിതേഷ് അരമന ഉദ്ഘാടനം നിർവഹിച്ചു. സ്ഥാപനത്തിന്റെ 50ാം വാർഷിക പരിപാടികളുടെ ഒരു തുടക്കമാണ് ഇവിടെ നടക്കുന്നത്. അതിൻ്റെ ഒരു ഭാഗമാകാൻ സാധിച്ചത് എന്തുകൊണ്ടും എന്നെപ്പോലെ ഒരു തുടക്കക്കാരനായ കലാകാരന് കിട്ടാവുന്ന ഏറ്റവും വലിയ പ്രോത്സാഹനമാണ്, അംഗീകാരമാണ്. വാസു ചെറോട് മുഖ്യപ്രഭാഷണം നടത്തി. സംഘാടക സമിതി ചെയർമാൻ M പൊക്കളൻ അധ്യക്ഷത വഹിച്ചു. മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ചെറാക്കോട്ട് കുഞ്ഞിക്കണ്ണൻ, പരിസ്ഥിതി പ്രവർത്തകൻ P മുരളീധരൻ മാസ്റ്റർ, ഡോക്ടർ നാരായണൻ പള്ളിക്കാപ്പിൽ എന്നിവർ സംസാരിച്ചു. വാർഡംഗം VP പ്രശാന്ത് കുമാർ സ്വാഗതം പറഞ്ഞു. തുടർന്ന് ചാളക്കടവ് അഴീക്കോടൻ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് അവതരിപ്പിച്ച നിട്ടപ്രാണൻ എന്ന തെരുവുനാടകവും അരങ്ങേറി. കേരള സംസ്ഥാന സുന്നി മഹല്ല് ഫെഡറേഷൻ ജില്ലാ സമ്മേളനം 8-9 തീയതികളിൽ ചെർക്കളയിൽ നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ചെർക്കളയിൽ പ്രത്യേകം സജ്ജമാക്കിയ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ നഗറിലാണ് സമ്മേളനം നടക്കുന്നത്. മഹല്ലുകൾ ഉണരുക, മൗലികതയിലേക്ക് മടങ്ങുക എന്ന സന്ദേശം ഉയർത്തിയാണ് സമ്മേളനം നടക്കുന്നത്. വഖഫ് ബോർഡ് ചെയർമാനായി തെരഞ്ഞെടുക്കപ്പെട്ട പാണക്കാട് റഷീദ് അലി ശിഹാബ് തങ്ങൾക്ക് 8 രാവിലെ 9:15 സ്വീകരണം നൽകും. ഉച്ചയ്ക്ക് 12 മണിക്ക് ശേഷം നടക്കുന്ന സെമിനാറിൽ പ്രമുഖർ വിഷയങ്ങൾ അവതരിപ്പിക്കും. ക്യാമ്പിൽ 3000 പ്രതിനിധികൾ പങ്കെടുക്കും. 10 സമ്മേളനം സംസ്ഥാന വൈസ് പ്രസിഡന്റ് പ്രൊഫസർ K ആലിക്കുട്ടി മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്യും. ജില്ലാ പ്രസിഡന്റ് ചെർക്കളം അബ്ദുള്ള സോവനീർ പ്രകാശനം നിർവഹിക്കും.
തുടർന്ന് വിവിധ വിഷയങ്ങളിൽ സെമിനാറുകൾ നടക്കും. 9 വൈകിട്ട് 4 സമാപന സമ്മേളനം സംസ്ഥാന പ്രസിഡന്റ് സൈനുൽ ഉലമ ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്യും. മെട്രോ മുഹമ്മദ് ഹാജി അധ്യക്ഷത വഹിക്കും. അബ്ദുൽ സമദ് സമദാനി MLA മുഖ്യ പ്രഭാഷണം നടത്തും. സമാപന സമ്മേളന ചടങ്ങുകൾക്കായി 50,000 പേർക്കുള്ള സൗകര്യമൊരുക്കിയിട്ടുണ്ടെന്നും ഭാരവാഹികൾ പറഞ്ഞു. SMF കാസർഗോഡ് ജില്ലാ സമ്മേളനം ജനുവരി 8, 9 തീയതികളിൽ ചെർക്കള പാണക്കാട് സെയ്ദ് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങൾ നഗറിൽ നടക്കും. 8-ാം തീയതി രാവിലെ 9 മണിക്ക് ചെർക്കളയിൽ ആരംഭിക്കും. ഉദ്ഘാടന സമ്മേളനം, സെമിനാർ 8-ാം തീയതി രാത്രി ജില്ലാ സുന്നി മഹല്ല് ഫെഡറേഷൻ്റെ എക്സിക്യൂട്ടീവ് ക്യാമ്പ്, 9-ാം തീയതി 4 മണിക്ക് പാണക്കാട് സെയ്ദ് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങൾ നഗറിൽ പൊതുസമ്മേളനം. ചെർക്കളം അബ്ദുല്ല, PP അബ്ദുൽ റസാഖ് MLA, TK പൂക്കോയ തങ്ങൾ, ഡോക്ടർ ഖത്തർ ഇബ്രാഹിം ഹാജി, ഇബ്രാഹിം മുണ്ടിയത്തടുക്ക എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. കാഞ്ഞങ്ങാട് സൗത്ത് മുത്തപ്പനാർക്കാവ് ക്ഷേത്രം പുനഃപ്രതിഷ്ഠ ബ്രഹ്മകലശ കളിയാട്ട മഹോത്സവത്തിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങി. ആദ്യ ഫണ്ട് ശേഖരണം നടന്നു. വിളിച്ചാൽ വെളിപ്പുറത്തെന്ന് അനുഭവങ്ങൾ കൊണ്ട് ഭക്തർക്ക് തെളിയിച്ചു കൊടുത്ത കാഞ്ഞങ്ങാട് സൗത്ത് മുത്തപ്പനാർക്കാവ് ക്ഷേത്രം കളിയാട്ട ഉത്സവത്തിനൊരുങ്ങുന്നു. വനശാസ്ത്ര വൈഷ്ണവ സങ്കല്പത്തിൽ അറിയപ്പെടുന്ന മുത്തപ്പനാർക്കാവിൽ മാർച്ച് 9 മുതൽ 12 വരെയാണ് പുനഃപ്രതിഷ്ഠ ബ്രഹ്മകലശ കളിയാട്ടം നടക്കുന്നത്. ഗീതാജ്ഞാനയജ്ഞം, കലവറ ഘോഷയാത്ര, അന്നദാനം, സഹസ്രനാമാർച്ചന, ആധ്യാത്മിക പ്രഭാഷണം, തിരുവാതിര തുടങ്ങി ഒട്ടേറെ പരിപാടികളും സംഘടിപ്പിക്കുന്നുണ്ട്. ആദ്യ ഫണ്ട് ശേഖരണം ആഘോഷ കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ KP സുധാകരൻ ഉദ്ഘാടനം ചെയ്തു. ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് കുഞ്ഞിക്കണ്ണൻ നായരും ക്ഷേത്ര കോയ്മ കുഞ്ഞിക്കണ്ണൻ നായരും ചേർന്ന് ഫണ്ട് ഏറ്റുവാങ്ങി. ഫൈനാൻസ് കമ്മിറ്റി ചെയർമാൻ കൊവ്വൽ ദാമോദരൻ അധ്യക്ഷനായി. ദാമോദര പണിക്കർ, A മോഹനൻ നായർ, K അമ്പാടി തുടങ്ങിയവർ സംസാരിച്ചു. കൺവീനർ കൃഷ്ണൻ പനങ്കാവ് സ്വാഗതവും ഫിനാൻസ് കമ്മിറ്റി കൺവീനർ സുശാന്ത് നന്ദിയും പറഞ്ഞു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സുരേഷ് ഗോപി സ്നേഹം ചൊരിഞ്ഞു, ധന്യയ്ക്ക് വീടൊരുങ്ങി. താരത്തിന്റെ സാന്നിധ്യത്തിൽ താക്കോൽദാനം നടന്നു. ദേശീയ മന്ദരോഗ നിവാരണ യജ്ഞത്തിന്റെ 2ാം ഘട്ട പ്രചരണങ്ങൾക്ക് ജില്ലയിൽ തുടക്കം. പ്രചരണ വാഹനം ഫ്ളാഗ് ഓഫ് ചെയ്തു. ഭക്തിയും സ്നേഹവും അയ്യപ്പ സന്നിധിയിൽ ഒന്നിച്ചു. ഇരിയ അയ്യപ്പ ക്ഷേത്രം സാക്ഷിയായത് അപൂർവ നിമിഷങ്ങൾക്ക്. ജില്ലയിലും ബംഗാളി തൊഴിലാളികൾക്ക് അവഗണന മാത്രം. മാവുങ്കാലിൽ കണ്ടെത്തിയത് ഞെട്ടിക്കുന്ന വിവരങ്ങൾ. വിത്ത് ചതിച്ചു, ഉദ്യോഗസ്ഥർ തിരിഞ്ഞു നോക്കിയില്ല. പ്രതിഷേധവുമായി ഒരു കർഷകൻ. CPIM ജില്ലാ സമ്മേളന പ്രചരണങ്ങൾ തുടങ്ങി. ആലക്കോട് ജില്ലാതല വടംവലി മത്സരം സംഘടിപ്പിച്ചു. ഐതിഹ്യസമ്പന്നമായ കാഞ്ഞങ്ങാട് സൗത്ത് മുത്തപ്പനാർക്കാവ് ക്ഷേത്രം പുനഃപ്രതിഷ്ഠാ കളിയാട്ടത്തിനൊരുങ്ങുന്നു. ആദ്യ ഫണ്ട് ശേഖരണം നടന്നു. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.